അവര് നിങ്ങൾക്ക് റിപ്ലൈ തരാറില്ലേ? നിങ്ങൾ മെസ്സേജ് അയച്ചതിന് ശേഷം അവർ നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ തരാത്ത സമയത്ത് നിങ്ങൾ ടെൻഷൻ ആയിട്ട് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാറുണ്ടോ? അതായത് അയാൾ എന്താ എനിക്ക് റിപ്ലൈ തരാത്തെ, ഇനി എന്നോട് ദേഷ്യം വല്ലതാണോ, അതോ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടാണോ, ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫോൺ പിന്നെയും ചെക്ക് ചെയ്യും. അവരുടെ മെസ്സേജിന് വേണ്ടി വീണ്ടും നിങ്ങൾ കാത്തിരിക്കും. അപ്പോ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മനസ്സ് പുതിയ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇനിയിപ്പോ അയാൾക്ക് എന്നോട് ഇൻട്രസ്റ്റ് പോയതുണ്ടായിരിക്കോ, അതോ ഇനി വേറെ ആരോടെങ്കിലും അയാൾ സംസാരിക്കുന്നുണ്ടാവോ, ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് പേടി വരാൻ തുടങ്ങും. അപ്പൊ സാധാരണ ഒരു സംഭവം വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും. ആൻഡ് ഇത് ചെറിയൊരു ഓവർ തിങ്കിങ് ആയിട്ട് മാത്രം നിങ്ങൾ കാണരുത്, ബിക്കോസ് ഇതിന് അതിനേക്കാൾ കൂടുതൽ നമ്മളോട് പറയാനുണ്ട്. ആൻഡ് അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും വേണം. എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മൾ പേടിക്കുന്നത് സംഭവിക്കാൻ തുടങ്ങും. അതായത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ റിലേഷൻഷിപ്പ് ഹൈപ്പർ വിജിലൻസ് എന്ന് പറയാം. ഇത് കാരണം നമുക്ക് അവരെ തന്നെ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ഇൻട്രസ്റ്റ് പോയിന്ന് നമ്മൾ പേടിക്കുന്നത് അത് സംഭവിക്കാനും തുടങ്ങും. ഇതെങ്ങനെ മാറ്റണം എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് ഇതെങ്ങനെ മാറ്റണമെന്ന് ഞാൻ പറഞ്ഞു തരാം. സോ ആദ്യം തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്. അവരുടെ മെസ്സേജിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാറുണ്ടോ? പിന്നെയും നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ ഫോൺ? അവരുടെ മെസ്സേജ് കാണാത്ത സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? ആൻഡ് അത് മാത്രമല്ല, അവരുടെ മെസ്സേജ് ആയിക്കൊള്ളട്ടെ, അവരുടെ വോയിസ് ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പിന്നെയും വായിക്കാറുണ്ടോ, അല്ലെങ്കിൽ പിന്നെയും കേൾക്കാറുണ്ടോ? അവരെ നിങ്ങൾ മോണിറ്റർ ചെയ്യാറുണ്ടോ? അതായത് അവരുടെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ടോൺ. അപ്പോ അവരുടെ ശബ്ദത്തിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ, അല്ലെങ്കിൽ അവരുടെ ഫേസ് എക്സ്പ്രഷനിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ അത് നിങ്ങൾ അസ്വസ്ഥരാക്കാറുണ്ടോ? ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാറുണ്ടോ? അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അവരോട് പറയണം എന്നുണ്ടായിട്ടും പറഞ്ഞാൽ ശരിയാവില്ല, പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ അവരിട്ടിട്ട് പോകും എന്ന് പേടിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാറുണ്ടോ? ചില കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാറുണ്ടോ? ആൻഡ് അതൊരു റിലേഷൻഷിപ്പ് ആയിക്കൊള്ളട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എപ്പോഴും ഒരു സമാധാനമില്ല, നിങ്ങൾ എപ്പോഴും ടെൻഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഗായ്സ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ചെറിയ കാര്യമല്ല, ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോകാം. ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് ബ്രേക്കപ്പിലാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഈ ടെൻഷൻ വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയോ? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ളത് ഒന്ന് നമ്മളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ, അത് കൂടുതലും ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആകാം. അതുപോലെ തന്നെ നമ്മൾക്കൊരു വലിയ പേടി ഉണ്ടാകാം. ആ പേടിയാണ് ഫിയർ ഓഫ് അബാൻഡൻമെന്റ്. ആൾക്കാർ നമ്മളെ ഇട്ടിട്ട് പോകൂ, അല്ലെങ്കിൽ ആൾക്കാരെ നമ്മൾ നഷ്ടമാകൂ എന്നുള്ളൊരു വലിയ പേടി. ഈ പേടി അല്ലെങ്കിൽ നമ്മളുടെ ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ നമ്മൾ സാധാരണ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ചെറുപ്പകാലത്തിൽ നിന്നായിരിക്കും. ഒരുപക്ഷെ നമ്മളുടെ പാരന്റ്സ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ വളരെ കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവാം. ഇടയ്ക്ക് സ്നേഹിച്ചു, ഇടയ്ക്ക് ദേഷ്യപ്പെട്ടു, അങ്ങനെ പല കാരണങ്ങളാകാം. അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന നമ്മളെ ഹേർട്ട് ചെയ്ത എന്തെങ്കിലും സാഹചര്യങ്ങളാകാം, ഇല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആകാം. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ വിശ്വസിച്ചിട്ടുണ്ടാവാം, പക്ഷെ അവർ നമ്മുടെ വിശ്വാസം കീപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി അതുമല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലോ സെൽഫ് വർത്ത് ആയിരിക്കും. അതായത് നമ്മൾ നമ്മളെ തന്നെ വളരെ താഴ്ത്തിയായിരിക്കും കാണുന്നത്. ഇങ്ങനെയുള്ള റീസൺസ് ആകാം ഈ പേടിയുടെ അല്ലെങ്കിൽ ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈലിന്റെ കാരണം. ആൻഡ് പേടിക്കണ്ട, പരിഹാരമുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതുമായിരിക്കും. അതിനു മുമ്പ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെറുപ്പകാലം മുതൽ അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും അലേർട്ട് മോഡിലായിരിക്കും. അതായത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഡേഞ്ചർ സെൻസ് ചെയ്യാൻ അല്ലെങ്കിൽ റിജക്ഷൻ സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു വളരെ ചെറിയ കാര്യമായാൽ പോലും. ചില സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരുടെ ബോഡി ലാംഗ്വേജ് ആകാം, അവരുടെ ഫേസിലുള്ള ഒരു ചെറിയ മാറ്റം, അവരുടെ ശബ്ദത്തിലുള്ള ഒരു ചെറിയ മാറ്റമാകാം, അത് നമ്മളെ പേടിപ്പെടുത്തും. പ്രത്യേകിച്ച് ആദ്യം അവർ ഒരുപാട് സ്നേഹം കാണിച്ചിരുന്ന ഒരാളാണ്, ഇപ്പൊ അയാൾ പഴയ പോലെ അല്ല, അയാൾ മാറി എന്നുള്ള ചിന്ത നമുക്ക് വരുമ്പോൾ, ആ ചിന്ത ചിലപ്പോൾ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിൻ നമ്മൾ പോലും അറിയാതെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ ചെറിയ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിക്കോട്ടെ, ടോൺ ആയിക്കൊള്ളട്ടെ, അവരുടെ പാറ്റേൺ ആയിക്കോട്ടെ, അതിലുള്ള മാറ്റം ശ്രദ്ധിക്കുന്നതുകൊണ്ടാകാം. ബിക്കോസ് നമ്മളുടെ ബ്രെയിൻ അത്രയും അലേർട്ട് ആയിരിക്കും റിജക്ഷൻ സെൻസ് ചെയ്യാൻ. ആൻഡ് ഓർത്തിരിക്കുക,
നിങ്ങൾ വളരെ വീക്ക് ആയതുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വഴി ഇത് പഠിച്ചെടുത്തതാണ്. സോ പഠിച്ച കാര്യങ്ങൾ നമ്മൾക്ക് മാറ്റാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ ഒരു കാര്യം തെറ്റായിട്ട് ചിന്തിക്കുന്നുണ്ടാവും. അതായത് ഞാൻ ഈ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുകയാണെങ്കിൽ എനിക്കിത് തടയാൻ പറ്റുമല്ലോ. അതായത് അവര് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ഇൻട്രസ്റ്റ് നഷ്ടമാകുന്നത് നമ്മൾക്ക് തടയാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയാണ് ബ്രെയിൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ഓരോ ചെറിയ കാര്യവും എപ്പോഴും അനലൈസ് ചെയ്ത് സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ പേടി കൂട്ടുകയും ആ പേടി കാരണം നിങ്ങൾ അവർ നഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. മനസ്സിലാക്കിയോ? അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. കാരണം ഇത് നിങ്ങളുടെ പേടി കൂട്ടിക്കൊണ്ടിരിക്കും. ഇതൊരു ലൂപ്പാണ്. അതായത് നമുക്കൊരു സാഹചര്യം ഉണ്ടാവുന്നു, നമ്മളത് ട്രിഗർ ചെയ്യുന്നു. സാഹചര്യം ഇപ്പൊ അവർക്ക് മെസ്സേജ് അയച്ചു, അവർ മെസ്സേജിന് അപ്പൊ തന്നെ റിപ്ലൈ തന്നില്ല. ആ റിപ്ലൈ തരാതെ ആവുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വേഗം തന്നെ വേഴ്സ്റ്റ് ആയിട്ടുള്ള കേസ് ചിന്തിക്കുന്നു. അവർക്ക് എന്നോട് ഇൻട്രസ്റ്റ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് സംഭവിച്ചതുണ്ടാവും, അവർ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടാകാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നു. ഈ ചിന്ത വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ആദ്യം ചിന്ത വരുമ്പോൾ നമ്മളുടെ ടെൻഷൻ കൂടും. ടെൻഷൻ കൂടുമ്പോൾ നമ്മൾ അത് അന്വേഷിച്ചു പോകും. അതായത് നമ്മൾ ചിലപ്പോൾ ഫോൺ ചെക്ക് ചെയ്യാൻ തുടങ്ങും, അവർ ഓൺലൈനിലുണ്ടോ, അവരുടെ ലാസ്റ്റ് സീൻ നോക്കും, അല്ലെങ്കിൽ അവർ നമ്മളെ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ടെൻഷൻ കൂടോ കുറയോ? ഉറപ്പായിട്ടും ടെൻഷൻ പിന്നെയും കൂടും. നമ്മൾ പിന്നെയും ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇതൊരു ലൂപ്പായിട്ട് പോകും. അതിനുശേഷം ചിലപ്പോൾ നമ്മൾ അവരോട് പറയാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ വിഷമമോ പരാതിയോട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങും. ഇത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകും. സോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ പേടി കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേടിയെ നിങ്ങൾ ഫീഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയോ? ഇതുപോലത്തെ ടെൻഷനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഫോൺ പിന്നെയും ചെക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾ അവരുടെ ലാസ്റ്റ് സീൻ നോക്കുമ്പോൾ, ഓൺലൈനിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ സ്റ്റോക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വേറെ ആൾക്കാരെ സ്റ്റോക്ക് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ പേടി ഒരിക്കലും നിൽക്കാതെ ഇത് കൂടിക്കൊണ്ടിരിക്കും. ആൻഡ് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു നോർമൽ ആയിട്ടുള്ള കണ്ടീഷനിൽ സാധാരണ ഒരാൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? ഒരാള് മെസ്സേജ് അയച്ചു, അതിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ സാധാരണ നോർമൽ ആയിട്ടൊരു കണ്ടീഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഓക്കെ, അയാൾ ചിലപ്പോൾ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ മെസ്സേജ് അയക്കും എന്ന് വിചാരിച്ചിട്ട് ഇയാളുടെ പണി എന്തെങ്കിലും ചെയ്യും, അല്ലെ? പക്ഷെ ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, ഒരാൾ മെസ്സേജ് അയക്കാത്ത സമയത്ത് നിങ്ങളുടെ ടെൻഷൻ കൂടുന്നു, നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു പോകുന്നു. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? കാരണം അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കും. നിങ്ങളുടെ സമാധാനം എടുത്തു കളയും, നിങ്ങളുടെ ടെൻഷൻ കൂട്ടും. എപ്പോഴും നിങ്ങൾ വിഷമിച്ച് പേടിച്ച് റിലേഷൻഷിപ്പിൽ നിൽക്കേണ്ടി വരും. സോ ഇത് എന്തായാലും മാറ്റേണ്ട ഒരു കാര്യമല്ലേ? അതിന് ആദ്യത്തെ വഴി എന്ന് പറയുന്നത്, ഞാൻ പരിഹാരം പറയുന്നതിന് മുമ്പ് ഏറ്റവും വലിയ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിതാണ്, ഉറപ്പായിട്ടും നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി കൃത്യമായി പഠിച്ച ആൾക്കാരാണ്. അവർക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേടിയും ടെൻഷനും കുറയ്ക്കാൻ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങൾ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെയായിരിക്കാം. കാരണം നിങ്ങളുടെ പേടി കൂടും, നിങ്ങളുടെ ഓവർ തിങ്കിങ് കൂടും. നിങ്ങൾ ഇത് എത്ര ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാതെ ആകുമ്പോൾ പലപ്പോഴും നമ്മൾ അവരോട് അത് സംസാരിക്കാൻ തുടങ്ങും, അത് പരാതിയായി മാറാൻ തുടങ്ങും. പതുക്കെ അവർക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് നഷ്ടമാകാനും തുടങ്ങാം. സോ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. കാരണം ഒരുപാട് റിലേഷൻഷിപ്പുകൾ വെറും പേടി കാരണം ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. സോ ഈ പേടി അല്ലെങ്കിൽ നമ്മളുടെ ഈ ഓവർ തിങ്കിങ് നമ്മൾ മാറ്റുകയാണെങ്കിൽ ഈ ബ്രേക്കപ്പ് തന്നെ നമുക്ക് തടയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞത് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ അടുത്ത് തെറപ്പി സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് ഓൺലൈൻ ആയിരിക്കും. അത് ബുക്ക് ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അത് ഫിൽ ചെയ്താൽ മാത്രം മതി, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. സോ ഇനി ഞാൻ നിങ്ങൾക്ക് CBT എന്നുള്ളൊരു തെറപ്പി ഉണ്ട്, അതിന്റെ ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ചില ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഇതെല്ലാം ടെമ്പററി ആശ്വാസമായിരിക്കും നമുക്ക് തരുന്നത്. ചില സമയത്ത് നമ്മളുടെ ഈ പേടിക്ക് ഒരു റൂട്ട് കോസ് ഉണ്ടാവും. ഈ റൂട്ട് കോസ് നമ്മൾ കണ്ടുപിടിച്ച് അത് മാറ്റാൻ ശ്രമിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പിന്നീടും ഈ പേടി തിരിച്ചു വരാം. പക്ഷെ നിങ്ങൾ ആദ്യം, ഇപ്പോ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു പരിഹാരമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അത് ഇങ്ങനെയാണ്. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ചിന്ത ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നിങ്ങൾ അത് ഫാക്റ്റ് ആയിട്ടാണോ കാണുന്നത്? അതായത് അയാൾ റിപ്ലൈ തരുന്നില്ല, അപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണ് അയാൾക്ക് എന്നോട് ഇൻട്രസ്റ്റ് പോയി,
അല്ലെങ്കിൽ അയാൾ വേറെ ആർക്കും മെസ്സേജ് അയക്കുവാണ്. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് തന്നെ നിങ്ങളുടെ പേടി ഒരുപാട് കൂട്ടും. ആൻഡ് നിങ്ങളുടെ ഈ പേടി കൂട്ടുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളില്ലേ, അവരെ സ്റ്റോക്ക് ചെയ്യുന്നത്, ഓൺലൈനിൽ ഉണ്ടോ ഇല്ലയോ നോക്കുന്നത്, അത് പിന്നെയും പേടി കൂട്ടും. സോ അത് ബോധപൂർവ്വം നിർത്താൻ ശ്രമിക്കുക. അതിന്റെ കൂടെ തന്നെ ഈ ചിന്തക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ചിന്ത നമ്മളുടെ ഇമോഷനിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു ചിന്ത വരുവാണ്, അയാൾക്ക് എന്നോട് ഇൻട്രസ്റ്റ് പോയി എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നിങ്ങൾ ആദ്യം ചോദിക്കുക, ഇത് ഫാക്റ്റ് ആണോ അതോ ഇതെന്റെ പേടിയിൽ നിന്ന് വരുന്നതാണോ? ഫാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രൂഫ് ഉണ്ട്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റൽ ആണ്. അത് ഫാക്ട് ആണ്. അത് നമ്മുടെ തോന്നലോ നമ്മുടെ പേടിയോ ഒന്നുമല്ലല്ലോ. ബിക്കോസ് അത് നമുക്കറിയാം അത് ഫാക്ട് ആണെന്നുള്ളൊരു കാര്യം. അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് ഫാക്ട് ആണ്, ബിക്കോസ് വി ഹാവ് എവിഡൻസ്. അപ്പോ അതുപോലെ തന്നെ ഇപ്പോ അയാൾക്ക് എന്നോട് ഇൻട്രസ്റ്റ് പോയി എന്നുള്ളത് ഫാക്ട് ആണോ അതോ എന്റെ പേടിയിൽ നിന്ന് വരുന്നതാണോ? പേടിയിൽ നിന്ന് വരുന്നതാണെങ്കിൽ നമ്മൾ ഇനി അതിനെപ്പറ്റി ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ നമ്മളുടെ ടെൻഷൻ കൂടും. അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യും. സോ റിലേഷൻഷിപ്പിനെ ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇത് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ചോദിക്കുക, ഇത് ഫാക്ട് ആണോ ഇതെന്റെ പേടിയിൽ നിന്ന് വരുന്നതാണോ? പേടിയിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഇതിന് ഓൾട്ടർനേറ്റീവ് തിങ്കിങ് കൊടുക്കുക. അതായത് വേറെ ഒരു രീതിയിൽ ഇത് ബാലൻസ് ചെയ്യാൻ എങ്ങനെ പറ്റും നോക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവര് ചിലപ്പോ ബിസി ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അയാൾ മെസ്സേജ് അയക്കും എന്നുള്ള രീതിയിലേക്ക് പതുക്കി ചിന്ത ബാലൻസ് ചെയ്യാൻ കൊണ്ടുവരിക. ഇവിടെ മനസ്സിലാക്കുക, അയാൾക്ക് എന്നോട് ഇൻട്രസ്റ്റ് പോയി എന്ന് ചിന്തിക്കുന്നതാണോ അയാൾ ബിസി ആയിരിക്കും എന്ന് ചിന്തിക്കുന്നതാണോ ലെസ് പെയിൻഫുൾ? അയാൾക്ക് എന്നോട് ഇൻട്രസ്റ്റ് പോയി എന്ന് ചിന്തിക്കുന്ന നമ്മൾ ഒരുപാട് ഹേർട്ട് ചെയ്യും. എന്നാൽ നേരെ മറിച്ച് അയാൾ ബിസി ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അയാൾ മെസ്സേജ് അയക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ആ ടെൻഷനിലും വിഷമത്തിലും ഒരുപാട് കുറവ് നമുക്ക് കാണാൻ പറ്റും. ആദ്യം നമുക്ക് വേണ്ടത് അത് തന്നെയാണ്. അങ്ങനെ പതുക്കെ 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 നമ്മൾ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ മനസ്സിലാക്കുക, നിങ്ങൾ എപ്പോഴും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞാൻ എന്താ ഇപ്പൊ ചിന്തിക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യുക. അത് നിങ്ങളുടെ പേടിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതിന് എങ്ങനെ ഒരു ബാലൻസ് തോട്ട് നിങ്ങൾ കൊടുക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുക. ആ ബാലൻസ് തോട്ട് നിങ്ങളുടെ പേടി ഒരുപാട് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. ഇത് മാത്രമല്ല, ഒരുപാട് ടെക്നിക്കും കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ടെമ്പററി ആയിട്ടായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. പെർമനന്റ് ആയിട്ട് നിങ്ങളൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. സോ മനസ്സിലാക്കുക, ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടോ എപ്പോഴും അവരുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതോ അത് സ്നേഹമാണെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ അത് ടൂ മച്ച് ലവ് എനിക്കുള്ളത് കൊണ്ടാണെന്ന് വിചാരിക്കരുത്. അത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്ന ഒരു വഴി മാത്രമാണ്. റിജക്ഷൻ നിങ്ങളുടെ ബ്രെയിൻ സെൻസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ഓവർ തിങ്ക് ചെയ്യുന്നതും, അല്ല അവരെ പറ്റി കൂടുതൽ ചിന്തിക്കുന്നത്, അവരുടെ മെസ്സേജുകൾ പിന്നെയും പിന്നെയും നോക്കുന്നത്, അവരെ ഒരുപാട് കെയർ ചെയ്യാൻ നോക്കുന്നതൊക്കെ. പക്ഷെ ഇത് അവരെ തന്നെ നിങ്ങൾക്ക് നഷ്ടമാകാനുള്ള ഒരു കാരണമായി മാറാം. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. എനിക്കറിയാം നിങ്ങൾക്ക് എന്തായാലും ഇതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമെന്ന്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.